പാലായിൽ വാഹന പരിശോധനയ്ക്കിടെ എസ്ഐയെ ഇടിച്ചു കടന്നു കളഞ്ഞ കേസിലെ പ്രതി കസ്റ്റഡിയിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷാണ് പിടിയിലായത്. പരിക്കേറ്റ് ഗ്രേഡ് എസ്ഐ ചികിത്സയിലാണ്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, കൃത്യനിർവഹണത്തിനെത്തിയ ഒരു പോലീസുകാരന് നേരെ ഈ രീതിയിൽ ഒരു അക്രമം, ഒടുവിൽ പ്രതി പിടിയിലായിരിക്കുന്നു. കേസിനെ കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? ഒപ്പം ഈ എസ്ഐയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച വിവരങ്ങളും എന്തൊക്കെയാണ്? പട്ടാമ്പിയിൽ വെച്ചാണ് പ്രതി അലൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. പ്രതിയുടെ അറസ്റ്റ് അധികം വൈകാതെ തന്നെ പോലീസ് രേഖപ്പെടുത്തും. അപകട സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷ് ആണെന്ന് അലൻ മൊഴി നൽകിയിട്ടുണ്ട്. അജീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. അല്പസമയം മുൻപാണ് ഇയാളുടെ കസ്റ്റഡി പോലീസ് രേഖപ്പെടുത്തിയത്. അല്പസമയത്തിനകം അറസ്റ്റും രേഖപ്പെടുത്തും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇന്നലെ രാത്രി ഈ വാഹന പരിശോധന നടത്തുന്നതിനിടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് അലന്റെ വാഹനം നിർത്തിയിട്ടിരുന്നത്. പോലീസ് വാഹനം അങ്ങോട്ട് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ഈ യുവാക്കളുടെ സംഘം കാർ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കാർ പുറകോട്ടെടുക്കുമ്പോഴാണ് പുറകിലുണ്ടായിരുന്ന ഈ എസ്ഐ ശശികുമാർ അദ്ദേഹത്തെ ഈ വാഹനം തട്ടുകയും അദ്ദേഹത്തെ തട്ടി എന്ന് തിരിച്ചറിഞ്ഞ ശേഷവും ഈ വാഹനം നിർത്താതെ കടന്നു പോവുകയായിരുന്നു. വാഹനം പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവേഗതയിലായിരുന്നു ഈ കാറ് കടന്നു പോയിരുന്നത്. തുടർന്ന് വീട്ടിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം ഇതിലൂടെ കടന്നു പോവുകയായിരുന്നു. പ്രതിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ആ സമയത്ത് ഈ അസമയത്ത് 4 സുഹൃത്തുക്കൾ അവിടെ ഒത്തുകൂടിയിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലൂടെ മാത്രമേ ലഭ്യമാകൂ. ഈ ശശികുമാർ എന്ന ഗ്രേഡ് എസ്ഐ ഇപ്പൊ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്കും കാലിനും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. കാര്യമായ പരിക്ക് തന്നെ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ശരീരത്തിന് മുകളിലൂടെയാണ് ഈ പോളോയുടെ വോക്സ്വാഗൺ വാഹനം കടന്നു പോയിരുന്നത്. ഈ വാഹനത്തിന്റെ നമ്പർ ട്രേസ് ചെയ്തതിന്റെ ഉടമയായിട്ടുള്ള അഭിലാഷിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർന്ന് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടിയാണ് വാഹനം ഓടിച്ചിരുന്ന അലനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേരെ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി പിടിയിലാകാനുണ്ട്. എന്തായാലും എസ്ഐക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ കഴിയും. കാരണം കൃത്യനിർവഹണം നടത്തുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ടുള്ള സുരേന്ദ്രനും പറഞ്ഞത് ഇവിടെ നിരന്തരം ആളുകൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികളടക്കം യുവാക്കളടക്കം ഒത്തുകൂടുന്ന സാഹചര്യമുണ്ട്. അത് എന്തിനാണെന്നോ എന്ത് കാര്യത്തിന് വേണ്ടിയാണെന്നോ ഉള്ള വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. പാലായിൽ വാഹന പരിശോധനയ്ക്കിടെ എസ്ഐയെ ഇടിച്ചു കടന്നു കളഞ്ഞ കേസിലെ പ്രതി കസ്റ്റഡിയിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ്.